അപ്പോൾ അജയ് ജുവൽ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നത്. അജയ് കേൾക്കാമല്ലോ അല്ലേ? കേട്ടല്ലോ അല്ലേ, അറിഞ്ഞല്ലോ അല്ലേ? ഈ നടപടി എന്തായാലും DGPയുടെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നടപടിയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഈ കേരള സമൂഹത്തിന് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കാരണം ജനങ്ങൾ മുഴുവൻ കണ്ടിരുന്ന ഒരു വിഷ്വൽ അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ മുഴുവൻ ഈ നിയമത്തോടുള്ള അല്ലെങ്കിൽ പോലീസുകാരോടുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടിയായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവർക്കെതിരെ ഒരു വകുപ്പ് തല നടപടിയെടുത്ത് അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് സുതാര്യമായ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്ന ഏതൊരു പൊതു പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെയായി ഉണ്ടായിട്ടില്ല. അത് ഇന്ന് ഉണ്ടായാൽ വളരെയേറെ സന്തോഷവും വളരെയേറെ ആത്മവിശ്വാസവും നൽകുന്നതാണ്. ഇനിയിപ്പോൾ അവർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ വ്യക്തി വിരോധമാണ് എന്നുള്ളൊരു പ്രതിരോധമാണ് തീർക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന അന്ന് മുതൽ പോലീസ് രാഷ്ട്രീയപരമായി ഈ കേസിനെ നേരിടുന്നത് CPM ആണ്, അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റാണ്. കാരണം പോലീസിൽ പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല, SP-ക്ക് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ കോടതിയിൽ പോയ ശേഷമാണ് ഈ കേസെടുക്കുന്നത്. ഞങ്ങൾ അതിനുശേഷം CM-ന്റെ അടുത്തും അതുപോലെ തന്നെ ഈ പറയുന്ന DGP-ക്കും ഹോം സെക്രട്ടറിക്കും അടക്കം പരാതി നൽകേണ്ടി വരികയാണ് ഈ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നില്ല ഈ കേസ് പ്രോപ്പറായിട്ടെന്ന്. അതിനുശേഷം ഞങ്ങൾ ഈ കേസ് മറ്റൊരു ഏജൻസി ആയിട്ടുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏൽപ്പിക്കുമ്പോൾ അവർ കൊണ്ട് ഫയൽ ചെയ്യുന്ന ഒരു റഫർ ചാർജാണ്. അങ്ങനെ ഒരു തെളിവുകളില്ല എന്നുള്ളത് അത് വളരെ ഗൗരവത്തോടെ നമ്മളിപ്പോൾ കാണുകയാണ്. കാര്യം ആ തെളിവ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഗൺമാനെ പേടിച്ചിട്ടാണ് ഈ പറയുന്ന പോലീസുകാർ അന്വേഷിക്കാതിരുന്നത്, അല്ലെങ്കിൽ തെളിവുകൾ ഇങ്ങനെ ടാമ്പർ ചെയ്ത് കൊടുത്തതെന്നാണ് ഞങ്ങൾ അന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ADGP, അത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു ഓൾട്ടറേഷൻ ഈ കേസിൽ നടത്തിയെന്ന് അറിയുമ്പോൾ ഈ കേസിൽ അത് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ അതിനുശേഷം ഇതിനെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ റഫർ ചാർജിന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് നിയമ പോരാട്ടത്തിലൂടെയാണ് ഈ കേസ് വീണ്ടും തുടരന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് അന്ന് അവർ എഴുതിത്തള്ളാനാണ് ഈ കേസ് അന്ന് മുതൽ ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളത്. ഒരു സുതാര്യമായ അന്വേഷണം നടക്കുന്നത് ഈ ഗവൺമെന്റ് വന്ന ശേഷമാണെന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുവരെ ഈ ഘട്ടം വരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ പോകുന്നുണ്ട്, അത് ദ്രുതഗതിയിൽ തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ. തീർച്ചയായിട്ടും വളരെയേറെ 5 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ കേസിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. ശരി, ഓക്കെ. അജയ് ജുവൽ കുര്യാക്കോസ് ആണ് പ്രതികരിച്ചത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.